നമ്മൾ ആറാമത്തെ അധ്യായം ആറാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ്. ചാപ്റ്റർ 6 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു പക്ഷേ നമ്മളിൽ ചിലരെങ്കിലും ആ ഒരു വേർഡ് മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്കൊന്ന് ഓർത്തെടുക്കാം, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ചിലരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിൽ ഒരു പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു കണ്ടക്ടർ, കറണ്ടൊന്നും കടന്നു പോകാത്ത ഒരു കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ല, സാധാരണ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഒരു EMF ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായി ഒരു കറൻറ്റും അവിടെ ഉണ്ടാകും. ആ EMFനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF. അതിൻ്റെ ഫലമായി ഉണ്ടായ കറൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസർ കറണ്ട്. അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ, അതുമല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പുള്ള ഒരു കോയിൽ, കണ്ടക്ടർ ആയിരിക്കണം, സർക്കുലർ ഷേപ്പുള്ള ഒരു കോയിൽ നമ്മൾ സ്റ്റേഷനറി ആക്കി വയ്ക്കുന്നു. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക, അതിൻ്റെ ഏതെങ്കിലും ഒരു പോള്, രണ്ട് പോളുകൾ ഉണ്ടായിരിക്കും. ഒരു ബാർ മാഗ്നറ്റിന് രണ്ട് പോളുകൾ ഉണ്ടായിരിക്കും, ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പോള് നമ്മൾ ആ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, പിന്നീട് സ്റ്റേഷനറി ആക്കി വയ്ക്കുക. പിന്നീട് അത് തിരിച്ച് നമ്മൾ വെച്ചിരുന്ന സ്ഥാനത്ത് തന്നെ, അതായത് ബാർ മാഗ്നറ്റ് ആദ്യം വെച്ചിരുന്ന സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. നിങ്ങൾ ബാർ മാഗ്നറ്റ് ഈ കോയിലിൻ്റെ, ഇതാണ് നമ്മുടെ കോയിൽ എന്ന് വിചാരിക്കുക. ഞാൻ എയറിൽ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ കോയിൽ എന്ന് വിചാരിക്കുക. ഈ കോയിലിൻ്റെ, ഇത് എൻ്റെ കയ്യിലുള്ള ബാർ മാഗ്നറ്റുമാണ്. ഈ ബാർ മാഗ്നറ്റ് ഈ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴും അതിൽ നിന്ന് തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴും ഈ കോയിലിൽ ഒരു കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോയിലിൻ്റെ രണ്ട് എൻഡുകൾ ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ആ കോയിലിൽ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി ആ ഗാൽവനോമീറ്റർ നമുക്ക് പറഞ്ഞു തരും കറണ്ട് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന്. കറണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായി ആ ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾ മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ കൃത്യമായി ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അവിടെ ഒരു കറൻറ്റ് ഉണ്ടാകുന്നുണ്ട്, കറൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഗാൽവനോമീറ്റർ റൈറ്റ് സൈഡിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ മാഗ്നറ്റിനെ തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഗാൽവനോമീറ്ററിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ നേരെ ലെഫ്റ്റിലേക്കായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒരു കറൻറ്റ് ഉണ്ടായതെങ്കിൽ മാഗ്നറ്റ് തിരിച്ച് എടുക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഒരുപക്ഷെ കറൻറ്റ് ഉണ്ടാകുന്നത്. മാഗ്നറ്റിനെ നിങ്ങൾ അവിടെ സ്റ്റേഷനറി ആക്കി വെച്ച് നോക്കൂ. അതായത് കോയിലും സ്റ്റേഷനറിയാണ്, നമ്മുടെ കയ്യിലുള്ള മാഗ്നറ്റും സ്റ്റേഷനറിയാണ്. ഒരു തരത്തിലുള്ള കറൻറ്റും ആ ഒരു കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞ കാര്യങ്ങൾ. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു, ഒരു കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കണ്ടക്ടറിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. അതിന് ഫലമായി ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യും. ഇനി ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനെ സ്റ്റേഷനറി ആക്കി വയ്ക്കുന്നു. അതിനുശേഷം ഒരു ബാർ മാഗ്നറ്റിനെടുത്ത് ആ കോയിലിൻ്റെ അടുത്തേക്കും പിന്നീട് അതിൽ നിന്ന് പുറത്തേക്കും എടുക്കുന്നു. ആ സമയത്തും ആ കോയിലിൽ, ആ കണ്ടക്ടറായിട്ടുള്ള ആ കോയിലിൽ ഒരു കറൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ഒരു കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സോ മാറിക്കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. നോക്കൂ, ഇതൊരു കണ്ടക്ടറാണ്. ഞാനിതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഈ കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുണ്ട്. ഇനി ഒരു കോയിലിൻ്റെ അടുത്തേക്ക് ഞാൻ ബാർ മാഗ്നറ്റിനെ കൊണ്ടുവരുമ്പോൾ ആ കോയിലിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുണ്ട്. അതായത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നുണ്ട് എന്ന് തന്നെ പറയാം. തിരിച്ചെടുക്കുമ്പോഴോ
എൻ്റെ കയ്യിലുള്ള ബാർ മാഗ്നറ്റ് ഞാൻ കോയിലിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചെടുക്കുമ്പോഴോ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുണ്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നുണ്ട്. ഞാൻ രണ്ടുപേരെയും സ്റ്റേഷനറി ആക്കി വയ്ക്കുമ്പോൾ, എൻ്റെ കയ്യിലുള്ള ബാർ മാഗ്നറ്റും എൻ്റെ കയ്യിലുള്ള കോയിലും സ്റ്റേഷനറി ആക്കി വയ്ക്കുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്നല്ല ചോദിച്ചത്, മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കോയിലിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നില്ല? ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റോ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഒരു കണ്ടക്ടറിൽ ഒരു കറൻറ്റ് അല്ലെങ്കിൽ ഒരു EMF ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറ്റിയാൽ മതി. അങ്ങനെ ഒരു കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറ്റിക്കൊണ്ട് ആ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി, അതുമല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് ഒരു ഇലക്ട്രിസിറ്റി ഒരു കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്നു, ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ഈ ചാപ്റ്ററിൻ്റെ വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയേണ്ടതുണ്ട്. നോക്കാം നമുക്ക് എന്താണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആർ ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ്. The experiments of Easted and Ampere established that moving charges, that is current, produce a magnetic field. Later, Michael Faraday and Joseph Henry discovered that moving magnetism can produce electric current. അതായത് നമ്മുടെ 4th ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആയിരുന്നു. നമ്മുടെ 4ാമത്തെ അധ്യായം മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഒരു മൂവിങ് ചാർജിന് അല്ലെങ്കിൽ കറണ്ട്, മൂവിങ് ചാർജസിന് നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കാം, കറൻറ്റിന് ഒരു മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെൻ്റെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനിൽ കൂടി ഞാനൊരു ചാർജിനെ ഫ്ലോ ചെയ്യിപ്പിച്ചു. ആ ചാർജുകളുടെ ഫ്ലോയിന് നമുക്ക് കറണ്ട് എന്ന് വിളിക്കാം, ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഇതിന് ചുറ്റും ആരുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്, അതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്, ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡും അതുപോലെ നമുക്ക് പരിചിതമായ ആംപയർ, ഈ രണ്ടുപേരും പറഞ്ഞ കാര്യം എന്താണ്? ഈസ്റ്റഡ് എക്സ്പെരിമെൻ്റൊക്കെ നമ്മൾ 4th ചാപ്റ്ററിൻ്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞതാണ്. ഒരു കറൻറ്റ് ക്യാരിങ് സ്ട്രേറ്റ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കണ്ടെത്താമെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആംപയർ, രണ്ട് സയൻറ്റിസ്റ്റുകളും കൂടി പറഞ്ഞ കാര്യം എന്താണ്? മൂവിങ് ചാർജുകൾക്ക്, അതായത് ഇലക്ട്രിക് കറൻറ്റിന് വേണമെങ്കിൽ അതിന് ചുറ്റും, അതായത് ആ മൂവിങ് ചാർജ് പോകുന്നത് ഒരു കണ്ടക്ടറിൽ കൂടിയായിരിക്കും, ആ കണ്ടക്ടറിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മുമ്പേ അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം മൈക്കിൾ ഫാരഡേ ആൻഡ് ജോസഫ് ഹെൻറി, രണ്ടും വളരെയധികം ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ്. രണ്ടുപേരും അത് തിരിച്ചും പറ്റുമെന്ന് പ്രൂവ് ചെയ്തു. തിരിച്ചും പറ്റുമെന്ന് നമ്മൾ ഉദ്ദേശിച്ചത്, മൂവിങ് ചാർജുകൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മൂവിങ് മാഗ്നറ്റിസത്തിന് അല്ലെങ്കിൽ മൂവിങ് മാഗ്നറ്റുകൾക്ക് ഇലക്ട്രിക് കറൻറ്റും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കറൻറ്റ് ഉപയോഗിച്ച് മാഗ്നറ്റിസം ഉണ്ടാക്കുന്നത് പോലെ മാഗ്നറ്റിസം ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് കറൻറ്റും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സിബിൾ ആണെന്ന് അർത്ഥം. ആദ്യത്തെ കാര്യം, അതായത് കറൻറ്റ് ഉപയോഗിച്ച് മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡും അതുപോലെ തന്നെ ആംപയറുമാണ്. അത് തിരിച്ച് മൂവിങ് മാഗ്നറ്റിസം, അതായത് മാറുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന മാഗ്നറ്റുകൾക്ക് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന മാഗ്നറ്റിസത്തിന് വേണമെങ്കിൽ ഇലക്ട്രിക് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് മറ്റു രണ്ട് സയൻറ്റിസ്റ്റുകളാണ്. ഒന്ന് മൈക്കിൾ ഫാരഡേയും രണ്ടാമത്തേത് ജോസഫ് ഹെൻറി. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് പറയാനുള്ള വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ.